ചരിത്രത്തിൻ്റെ അടയാളപ്പെടുത്തലുകൾ. 1910 ജനുവരി 2 ആ ചരിത്രം കുട്ടനാടിൽ പിറവികൊണ്ടത്. TV തോമസ്, അതെ, കേരളത്തിൻ്റെ പ്രിയപ്പെട്ട TV. ആലപ്പുഴയിലെ പ്രസിദ്ധമായ തൈപ്പറമ്പ് വീട്ടിലെ TC വർഗീസ് ആയിരുന്നു പിതാവ്. മാതാവ് പുറക്കാട്ട് കദളിപ്പറമ്പിൽ പെണ്ണമ്മയും. 6 മക്കളായിരുന്നു വർഗീസ് പെണ്ണമ്മ ദമ്പതികൾക്കുണ്ടായിരുന്നത്. TVയും ജ്യേഷ്ഠനും 4 സഹോദരിമാരും അടങ്ങുന്നതായിരുന്നു 6 മക്കൾ. കത്തോലിക്ക മതാചാര നിഷ്ഠകളുടെ കർശനമായ പാരമ്പര്യമുള്ള ഒരു കുലീന കുട്ടനാടൻ കുടുംബത്തിലാണ് TV ജനിച്ചത്. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ചങ്ങനാശ്ശേരി SP കോളേജിലും എറണാകുളം മഹാരാജാസ് കോളേജിലുമായി TV കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി. TVയെ വീട്ടിൽ വിളിച്ചിരുന്നത് ഉമ്മച്ചൻ എന്നായിരുന്നു. ഉമ്മച്ചനെ ഒരു ICSകാരനാക്കണമെന്നായിരുന്നു കുടുംബത്തിൻ്റെ മോഹം. അക്കാലത്ത് ICS എക്സാം നടത്തിയിരുന്നത് മദ്രാസിലായിരുന്നു. ICS എക്സാമിന് 5ാം റാങ്ക് കരസ്ഥമാക്കിയ TVക്ക് സെലക്ഷൻ കിട്ടിയില്ല. അതിനുശേഷം മദ്രാസ് ലോ കോളേജിൽ ചേർന്ന് BL പാസ്സായി. നിയമപഠനം പൂർത്തിയാക്കി TV വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ വീട്ടിലെ ചുറ്റുപാടുകൾ പാടെ മാഞ്ഞു മറിഞ്ഞിരുന്നു. ഉമ്മച്ചൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു മാതാവിൻ്റെ മരണം. ഒരു ഉത്തമ കത്തോലിക്ക വിശ്വാസിയായിരുന്ന TVയിൽ വിദ്യാഭ്യാസം വരുത്തിവെച്ച മാറ്റം വലുതായിരുന്നു. ദേശീയ സമരത്തെക്കുറിച്ചും സ്റ്റേറ്റ് കോൺഗ്രസിനെക്കുറിച്ചുമുള്ള ചർച്ചകൾ TVയുടെ വീട്ടിൽ പതിവായിരുന്നു. TVയുടെ പിതാവ് കറ തീർന്ന കോൺഗ്രസ് അനുകൂലിയുമായിരുന്നു. സ്റ്റേറ്റ് കോൺഗ്രസിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കുള്ള TVയുടെ മാറ്റം നാട്ടിൽ പരക്കെ സംസാര വിഷയമായി മാറി. സിറിയൻ കത്തോലിക്ക സമുദായത്തിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വന്ന ആദ്യത്തെ ഏകാന്ത പതികൻ TV എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന TV തോമസ് ആയിരുന്നു. സ്കൂൾ പഠനകാലത്ത് കാൽപന്ത് കളിയായിരുന്നു TVയുടെ ഇഷ്ടവിനോദം. റൈറ്റ് വിങ് ഫോർവേഡായിട്ടുള്ള TVയുടെ പ്രകടനം കളിക്കാരിലും കാണികളിലും ഒരുപോലെ ആവേശം പകർന്നിരുന്നു. അക്കാലത്തെ പ്രശസ്ത ഇന്ത്യൻ ഫുട്ബോൾ കളിക്കാരായിരുന്ന ലക്ഷ്മി നാരായണൻ, ശ്യാമണ്ണ എന്നിവരോടൊത്ത് TV കളിച്ചിട്ടുമുണ്ട്. സതീർത്ഥനായ CJ ജോസഫ് TVയുടെ സ്പോർട്സ് അഭിരുചിയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയായിരുന്നു: ഒരിക്കൽ കടപ്പുറം റീക്രിയേഷൻ ഗ്രൗണ്ടിൽ നടന്ന ഒരു കളിയിൽ TVയുടെ ടീം തോറ്റു. പരാജയം ഏറ്റുവാങ്ങാനാവാതെ ഗ്രൗണ്ടിൽ കമിഴ്ന്ന് കിടന്ന് പൊട്ടിക്കരഞ്ഞു അയാൾ. കളിയിൽ തോൽക്കുമ്പോൾ മാത്രമാണ് ആ കണ്ണുകൾ നിറയാറുള്ളത് എന്ന് CJ ജോസഫും പറയുന്നു. ഈ വാശി പിൽക്കാലങ്ങളിൽ TVയുടെ രാഷ്ട്രീയ പോരാട്ടങ്ങളിലും കേരളം കണ്ടതല്ലേ? ഒരു സ്പോർട്സ്മാൻ്റെ വാശി. TV തോമസ് ഒരു അസാധാരണ പ്രതിഭാസമായിരുന്നു, അല്ലെങ്കിൽ അപൂർവമായി മാത്രം കാലമൊരുക്കുന്ന ഇതിഹാസം. TVയുടെ വിയോഗാനന്തരം വ്യവസായ മന്ത്രിയായിരുന്ന PKV TVയെ ഓർമ്മിക്കുന്നത് ഇങ്ങനെയാണ്: സമ്പന്നനായ പിതാവിൻ്റെ പുത്രനായി ജനിച്ച TVക്ക് ഒരു ഉയർന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥനോ അഭികാമ്യമായ മറ്റേതെങ്കിലും പദവിയോ നേടിയെടുക്കാൻ അന്ന് പ്രയാസമുണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം ചെന്നെത്തിയത് ട്രാവൻകൂർ കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തായിരുന്നു. ബ്യൂറോക്രസിയിലൂടെയോ ബിസിനസ്സിലൂടെയോ ഉയർന്ന പടവുകൾ കയറാമായിരുന്ന TVക്ക് മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന ക്രൂര വ്യവസ്ഥിതി അംഗീകരിക്കാവുന്ന ഒന്നായിരുന്നില്ല. അനീതിയോടുള്ള അസഹിഷ്ണുതയും ആളിക്കത്തുന്ന അമർഷവും പ്രത്യാശാസ്ത്രപരമായ പുതിയ കാഴ്ചപ്പാടുകളും ഒത്തുചേർന്നപ്പോൾ TV കേരളം കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭകാരിയും ട്രേഡ് യൂണിയൻ നേതാവുമായി മാറി. TVക്ക് ഒരമ്മയല്ല ഉണ്ടായിരുന്നത്, 3 അമ്മമാർ. പെറ്റിട്ട അമ്മ, പെറ്റുവീണ നഗരം, പോറ്റി വളർത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ 3 പേരെയും ജീവന് തുല്യം സ്നേഹിച്ചു എന്നാണ് കുട്ടനാട് രാമകൃഷ്ണപിള്ള TVയെ ഓർമ്മിക്കുന്നത്. 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ തിരുവിതാംകൂറിൻ്റെ സാമൂഹിക ഘടന വിരൽ ചൂണ്ടുന്നത് ആ കാലഘട്ടത്തിൻ്റെ അടിയൊഴുക്കുകളും ഉത്കണ്ഠകളും പൊരുത്തക്കേടുകളും പ്രതിഷേധങ്ങളുമാണ്. സാമൂഹ്യ അനാചാരങ്ങൾക്കെതിരായി, ജാതീയ വിവേചനങ്ങൾക്കും തൊട്ടുകൂടായ്മയ്ക്കും തീണ്ടിക്കൂടായ്മയ്ക്കുമെതിരായി, വിദ്യാഭ്യാസ കാര്യത്തിൽ അവസര സമത്വത്തിനു വേണ്ടി ശ്രീനാരായണ ഗുരുദേവനും കുമാരനാശാനും ഡോക്ടർ പൽപ്പുവും സഹോദരൻ അയ്യപ്പനും കണ്ടത്തിൽ വർഗീസ് മാപ്പിളയും
വക്കം അബ്ദുൽ ഖാദർ മൗലവിയും സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയും കേസരി ബാലകൃഷ്ണ പിള്ളയും നവകേരള സൃഷ്ടിക്കുള്ള ദീപശിഖ ഏന്തിയവരായിരുന്നു. ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിനും വഴിനടപ്പിനും മാത്രമായിരുന്നില്ല പിന്നോക്ക സമുദായങ്ങൾക്ക് ഭ്രഷ്ട് കൽപ്പിച്ചിരുന്നത്. മറിച്ച് സാമൂഹ്യ നീതികൾ നിഷേധിക്കപ്പെട്ട് നിന്ദിതരും പീഡിതരുമായി അവശരും ആർത്തരുമായി പ്രമാണിക വർഗത്തിൻ്റെ അടിമകളായി ചാതുർവർണ്ണ്യത്തിൻ്റെ അള്ളിപ്പിടുത്തത്തിൽ ഞെരിഞ്ഞമർന്നു കഴിയുന്ന ഈ ആളുകൾ, തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായവർ, ഒരിറ്റ് കഞ്ഞിവെള്ളത്തിനും ഒരു തുള്ളി വിജ്ഞാനത്തിനും വേണ്ടി ദാഹിച്ചു വരണ്ട് തൊണ്ട പൊട്ടുമാറ് അധികാരത്തിൻ്റെ ഉപശാലകളുടെ അടുക്കളപ്പുറത്ത് മാറി നിന്ന് യാചിക്കുന്നവരായിരുന്നു. 1920 ശ്രീമൂലം അസംബ്ലിയിൽ കുമാരനാശാൻ്റെ പ്രസംഗത്തിൽ പേരെടുത്തു പറഞ്ഞ ഗ്രാമപ്രദേശങ്ങൾ ടി.വിയുടെ നാടായ ആലപ്പുഴയുടെ നാട്ടിൻപുറങ്ങളായിരുന്നു. ടി.വി. തോമസിൻ്റെ ബാല്യകാല ദശകങ്ങൾ സമകാലികരായ തകഴിയുടെയും കേശവദേവിൻ്റെയും അങ്ങനെ സമുദായ ജീർണനയ്ക്കെതിരെ പടവെട്ടാനിറങ്ങിയ പലരുടെയും ജീവിത വീക്ഷണത്തെ കരുപിടിപ്പിച്ച വർഷങ്ങളായിരുന്നു. നിയമപഠനം പൂർത്തിയാക്കിയതോടെ തൻ്റെ പ്രവർത്തനവേദി ആലപ്പുഴയിലെ തൊഴിലാളികൾക്കിടയിലാണെന്ന് ടി.വി. തീരുമാനിച്ചത് കുട്ടനാടൻ മണ്ണിനോടും മക്കളോടുമുള്ള വൈകാരികമായ പ്രതിബദ്ധതയാണ് എന്ന് നമുക്ക് കരുതാം. 1940 ട്രേഡ് യൂണിയൻ പ്രവർത്തകനായി ടി.വി. ആലപ്പുഴയിലെ കയർ തൊഴിലാളികൾക്കിടയിൽ തൻ്റെ സാന്നിധ്യം ഔപചാരികമായി വിളിച്ചറിയിച്ചു. കുട്ടനാടൻ കാർഷിക മേഖലയിൽ കൃഷിത്തൊഴിലാളികളെ സംഘടിപ്പിക്കുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രംഗപ്രവേശനം ചെയ്യുന്നതും ഇതേ കാലത്താണ്. തുടക്കത്തിൽ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാനാണ് പ്രവർത്തകർ പതുങ്ങി നടക്കുന്നത് എന്ന് കണ്ടാൽ ജമ്മിമാരുടെ ആളുകൾ ചാടി വീഴും, അടിച്ചോടിക്കും. ഇത്തരം അക്രമങ്ങളെ നിയമ നടപടികൾ വഴി നേരിട്ടതുകൊണ്ട് വലിയ ഗുണമില്ലെന്ന് കണ്ടു. ബലപ്രയോഗത്തെ ബലപ്രയോഗം കൊണ്ട് നേരിടുകയാണ് കൂടുതൽ ഫലമെന്ന് തെളിഞ്ഞു. പിന്നീട് കുട്ടനാടിലെ കാർഷിക തൊഴിലാളി പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ജന്മിമാർ ധൈര്യപ്പെട്ടിരുന്നുമില്ല. കാർഷിക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ ആവശ്യമായ എല്ലാ ഉപദേശ നിർദ്ദേശങ്ങളും പ്രവർത്തകർക്ക് ടി.വിയിൽ നിന്ന് ലഭ്യമായിരുന്നു. കുട്ടനാടൻ കാർഷിക മേഖലയുടെ പ്രത്യേക ഘടനയും കർഷക തൊഴിലാളികളുടെ ജീവിതവും അടുത്ത് മനസ്സിലാക്കുവാൻ കർഷക തൊഴിലാളികളുമായുള്ള നിരന്തര സമ്പർക്കം ടി.വി. തോമസിന് വളരെയധികം പ്രചോദനം ലഭിച്ചു. കുട്ടനാടൻ കർഷക തൊഴിലാളികൾക്ക് പ്രാഥമികമായ ജീവിത സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. കൂലിക്ക് കണക്ക് പറയാൻ പോലും പാടില്ല. ജോലി സൗകര്യങ്ങളെപ്പറ്റി ആവലാതിപ്പെടാൻ പാടില്ല. പറഞ്ഞാൽ കൂടിയിറങ്ങണം, അടിയും കൊള്ളും. കർഷക തൊഴിലാളികളുടെ മുട്ടിന് താഴെ മുണ്ടുടുക്കാൻ പാടില്ല, ഷർട്ടിടാൻ പാടില്ല, സ്ത്രീകൾ ബ്ലൗസ് ഇട്ടുകൂടാ, നേരെ ചൊവ്വേ വഴി നടക്കാൻ പാടില്ല. തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായ കർഷക തൊഴിലാളികൾക്ക് പ്രത്യേക വഴി, മറ്റുള്ളവർക്ക് വേറെ വഴി. അന്ന് ഓരോ ജന്മിക്കും അല്ലെങ്കിൽ കർഷക മുതലാളിക്കും ഒരു നിശ്ചിത എണ്ണം സ്ഥിരം ജോലിക്കാർ കാണും. ഈ സ്ഥിരം ജോലിക്കാർ മറ്റുള്ളവർ ഇറങ്ങുന്നതിന് മുമ്പ് പാടത്ത് ഇറങ്ങിക്കൊള്ളണം. മറ്റുള്ളവർ തൊഴിൽ കഴിഞ്ഞ് കയറിയാലേ അവർക്ക് കയറാൻ അനുവാദമുള്ളൂ. ഇവരാണ് ബോണ്ടഡ് ലേബർ അഥവാ അടിമവേലക്കാർ. അടിമവേലക്കാർ, അടിയാളർ, ഹരിജനങ്ങൾ. അടിമ തൊഴിലാളികൾക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് വേല സമയം കൂടുതലായിരിക്കും. പരമ്പരാഗതമായി തന്നെ ഒരു അലിഖിത നിയമമാണത്. 1957 കർഷക തൊഴിലാളി ആക്ടിലൂടെ അടിമത്വം കേരളത്തിൽ നിയന്ത്രിച്ചു. ടി.വി. തോമസ് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ തൊഴിൽ മന്ത്രിയായി വന്നപ്പോഴാണ് ഈ അടിമ സമ്പ്രദായത്തിന് ഒരു അറുതി വന്നത്. ഈ അടിമവേല സമ്പ്രദായത്തിന് പൂർണ്ണമായി വിരാമമിടാൻ കഴിഞ്ഞത് 1970 അച്യുതമേനോൻ്റെ നേതൃത്വത്തിലുള്ള ഐക്യമുന്നണി ഗവൺമെൻറ് കർഷക പരിഷ്കാര നിയമം നടപ്പാക്കിയതുവഴി കുടികിടപ്പുകാരെ കിടപ്പാടത്തിൻ്റെ ഉടമകളാക്കിയതോടെയാണ്.